നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണവൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ് നടത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സൂപ്പർ താരങ്ങൾക്കൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നെയ്മർ വ്യത്യസ്തനാണ്. പോർച്ചുഗീസ് സൂപ്പർ താരം ജാവോ കൻസേലോയാണ് ഇത് പറയുന്നത്. അൽ ഹിലാലിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു. നെയ്മർക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് കളിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നെയ്മറെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ജാവോ കൻസേലോ പറയുന്നു, നെയ്മർ ഈസ് ഡിഫറെൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡയമണ്ടാണ്. എനിക്ക് നെയ്മർക്കൊപ്പം ട്രെയിൻ ചെയ്യാനും കളിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അൽ ഹിലാലിൽ വെച്ച്. ട്രെയിനിങ് പിച്ച് ഞാൻ ഒരുപാട് ഗ്രേറ്റ് പ്ലേയേഴ്സിനോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നെയ്മർ ഈസ് ഡിഫറെൻറ്റ്. നെയ്മർ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ച അപൂർവം ആളുകളുണ്ടല്ലോ, അതിലൊരാളാണ് നെയ്മർ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഐ തിങ്ക് ഹി ഈസ് വൺ ഓഫ് ദോസ് പീപ്പിൾ ഹു ഹാവ് ബീൻ ടച്ച്ഡ് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ചൂസ് ഹിം എന്നാണ് ഇപ്പോൾ ജാവോ കൻസേലോ പറയുന്നത്. ഒന്നും ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് നെയ്മറുടെ മികവ്. നെയ്മർ ബോൾ ടച്ച് ചെയ്യുന്ന രീതി, ആ ബോൾ കണ്ട് അദ്ദേഹം കാണിക്കുന്ന മായാജാലം, ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകും, ഹീസ് എ ജം. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ്, കാൽപന്ത് കളിയുടെ ദൈവങ്ങളുടെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്നൊക്കെ എല്ലാവർക്കും പറയാൻ തോന്നും. പക്ഷേ ഇപ്പോൾ വില്ലനായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്കാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ വില്ലനായി നിന്നത് പരിക്കാണ്. ഇപ്പോൾ അതിൽ നിന്ന് മടങ്ങി വന്ന് തുടരെ കളിച്ചുകൊണ്ട് അഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ്. ജാവോ കൻസേലോ പറഞ്ഞ ഈ ജം അടുത്ത വേൾഡ് കപ്പിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.